സീക്രട്ട് ഓഫ് കലിംഗ എന്നൊരു പടം കണ്ടു. കോമഡി ഹൊററാണ് ജോണർ. ധ്യാൻ ശ്രീനിവാസനും പിന്നെ പടത്തിന്റെ ഡയറക്ടറായ സനീഷ് ഉണ്ണികൃഷ്ണനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു കോളേജും അതിനു പുറകിലുള്ള ഒരു കാടും. ആ കാട്ടിലെ ഒരു കിണറ്റിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ആത്മാവിനെ തളയ്ക്കപ്പെട്ടിട്ടുണ്ട്. കോളേജിലെ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് അതിലേക്കുള്ള വഴി തുറക്കുന്നതും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ പുനർജന്മവും ഒക്കെയാണ് ഇതിന്റെ ബേസ് പ്ലോട്ട്. ഈ പ്ലോട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ എടുക്കാൻ വരുന്ന ഒരു പടം കുറെ ആവശ്യമില്ലാത്ത കോമഡി തിരികെ കയറ്റി വെറുപ്പിച്ചിട്ടുണ്ട്. ആകെ കൊള്ളാവുന്നത് പടത്തിൽ AI യൂസ് ചെയ്തതാണ്. ധ്യാന്റെ പഴയ ലുക്ക് AIയിൽ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വെറുപ്പീരാണ്. ഇതിൽ ആ കോളേജിൽ മുമ്പ് പിടിച്ച സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരാവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. എന്തിനായിരുന്നു ആ പടത്തിൽ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രേതത്തിന്റെ കാര്യമാണ് അതിലും കോമഡി. കിണറ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പ്രേതം അതുവഴി വരുന്ന ആളുകളെ കൈകൊണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് കിണറ്റിൽ ചടുപ്പിക്കും. അതാണ് പുള്ളിക്കാരിയുടെ ഒരു ഹോബി. അതുപോലെ തന്നെ ഇതിൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ അനിയൻ ക്യാരക്ടർ കിണറ്റിൽ വീഴുന്നുണ്ട്. അതറിഞ്ഞിട്ടും ഫോണിൽ അവിടെ നടക്കുന്നതും കേട്ടിരിക്കുന്ന ഒരു ചേട്ടൻ ക്യാരക്ടർ. അങ്ങനെ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലാതെ ആയിപ്പോയ ഒരു പടം.